അമിട്ട് വിരിയുന്നു മാനത്തോ മനസ്സിലോ വെളിച്ചം മിന്നി നുറുങ്ങായി തിളങ്ങുന്നു. ഇത്തവണത്തെ പൂരം 26-ാം തീയതിയാണല്ലോ. ആ പൂരം കഴിഞ്ഞാൽ ഞങ്ങളുടെ 4-ാം തീയതി ഇടതുപക്ഷം വിജയിച്ചൊരു പൂരം കൂടി ഇവിടെ ഉണ്ടാവും. അങ്ങനെ തൃശ്ശൂർ പൂരത്തിൻ്റെ ആരവം ഉയരുകയാണ്. പാലമേക്ക വിഭാഗത്തിൻ്റെ പന്തൽ നാട്ടുകർമ്മത്തിൻ്റെ കൊടിയേറ്റ പന്തൽ നാട്ടുകർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ സ്ഥാനാർത്ഥികളുണ്ട്. VS സുനിൽകുമാറുണ്ട്. അടുത്ത പൂരം വരുന്നതിന് ശേഷം പൂരത്തിന് ശേഷമാണ് വോട്ടെണ്ണൽ നടക്കുക. ഏതായാലും പൂരത്തിൻ്റെയും വോട്ടെടുപ്പിൻ്റെയും ആവേശം ഒരേപോലെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഇത്തവണത്തെ പൂരം ഇതൊക്കെ ഒന്നിച്ചാണ് വരുന്നത്? അത് തൃശ്ശൂർക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് തൃശ്ശൂർ പൂരം. അതിൽ മലയാളികളും രാജ്യമൊട്ടാകെയും ഒക്കെ ലോകത്ത് തന്നെ മാതൃകയാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ തൃശ്ശൂർ പൂരം ആരംഭിച്ചു കഴിഞ്ഞു. പാറമേക്കാവിൻ്റെ കാൽനാട്ടുകറപ്പ് ആരംഭിച്ചു. ഞങ്ങളെല്ലാവരും വളരെ ആവേശത്തിലാണ്. ഒപ്പം തന്നെ ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. നാളെ ഇലക്ഷൻ വരികയാണ്. നാളെ ഇലക്ഷൻ കഴിഞ്ഞോട് കൂടിയിട്ട് ആ പൂരത്തിൻ്റെ പകുതി സമാപനം കഴിഞ്ഞു. പിന്നെ റിസൾട്ട് വരാൻ കാത്തിക്കാണ്. UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. വോട്ടെണ്ണലിന്റെ സമയത്ത് ഗംഭീരാവുന്നതാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു തൃശ്ശൂർക്കാരനല്ലെങ്കിലും സാംസ്കാരിക നായകനാണ്, പ്രവർത്തകനാണ്. സാംസ്കാരിക തലസ്ഥാനത്ത് ഇത്തവണ പൂരം കൊട്ടിക്കയറുമ്പോൾ എന്താണ് അങ്ങനെ പ്രതീക്ഷകൾ? ഞാനൊരു പൂരക്കമ്പക്കാരനാണ്. പണ്ടേ തൃശ്ശൂർ പൂരത്തിന് എത്രയോ തവണ വന്നിട്ടുള്ള ആളാണ്. തൃശ്ശൂരത്തെ എല്ലാ പൂരങ്ങളിലും ഉള്ളായിരുന്ന ഒരാളാണ്. മാനവോത്സവങ്ങളിൽ പങ്കുചേർന്ന ഒരാളാണ്. അതുപോലെ തെരഞ്ഞെടുപ്പും പൂരവും ഞങ്ങൾ സ്നേഹത്തോടു കൂടി ആഘോഷിക്കുകയാണ്. ഇപ്പോൾ പലഞ്ചേട്ടൻ്റെ അടുത്ത് നിൽക്കുന്നു. ഞങ്ങൾ തമ്മിലും ഒരു തരത്തിലുള്ള സ്നേഹവിരുദ്ധതയും ഉണ്ടായിട്ടില്ല. വളരെ സ്നേഹത്തോടു കൂടി ജനാധിപത്യപരമായിട്ട് മത്സരിക്കും. അതാണ് നമ്മുടെ സംസ്കാരം. ജാതി മത വർണ്ണ വർഗ ലിംഗ ഭേദമേതുമില്ലാതെ മനുഷ്യരായി ആഘോഷിക്കുന്ന മഹത്തായ സ്നേഹോത്സവമാണ് തൃശ്ശൂർ പൂരം. ഈ പൂരം വരുമ്പോൾ ഒരു കവിത ഏതാ ഓർമ്മ വരുന്നത്? അല്ല വൈലോപ്പിള്ളിയോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അമിട്ട് വിരിയുന്നു മാനത്തോ മനസ്സിലോ വെളിച്ചം മിന്നി നുറുങ്ങായി തെറിക്കുന്നു. എൻ്റെ തന്നെ കവിതയാണ്. അമിട്ട് വിരിയുന്നു മാനത്തോ മനസ്സിലോ വെളിച്ചം മിന്നി നുറുങ്ങായി തിളങ്ങുന്നു. പണ്ടെൻ്റെ ബാല്യത്തിൻ്റെ ബാലിശാവേശത്തിലെ വിസ്മയം വീണ്ടും ഹൃത്തിലറിയാതുണരുന്നു. അടുത്ത പൂരം മുഖ്യ സംഘടനയാകാൻ കഴിയുമെന്ന പ്രതീക്ഷ അല്ലേ? തീർച്ചയായും ഓരോ സ്ഥാനാർത്ഥി അങ്ങനെ പ്രതീക്ഷിക്കണമല്ലോ. പ്രതീക്ഷിച്ചിട്ടല്ലേ നമ്മൾ മത്സരിക്കുക. കുറച്ച് പ്രതീക്ഷയാണ്. പൂരവും VS സുനിൽകുമാർ മാറ്റിവെക്കാൻ കഴിയില്ല. പൂരം ഈ ശരീരത്തിലും മനസ്സിലും മുഴുവൻ അലിഞ്ഞു ചേർന്ന ഒരാളാണ് VS സുനിൽകുമാർ. ഇത്തവണത്തെ പൂരം എന്ന് പറഞ്ഞാൽ ആഘോഷമുള്ള പൂരമായിരിക്കും. കാരണം ഇലക്ഷൻ കാലത്ത് ഇലക്ഷൻ്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ടുള്ള പൂരമായതുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു കൊട്ടിക്കയറ്റം ഉണ്ടാവും. അതോടൊപ്പം ഇത്തവണത്തെ പൂരം 26-ാം തീയതിയാണല്ലോ. ആ പൂരം കഴിഞ്ഞാൽ ഞങ്ങളുടെ 4-ാം തീയതി ഇടതുപക്ഷം വിജയിച്ചൊരു പൂരം കൂടി ഇവിടെ ഉണ്ടാവും. യാതൊരു സംശയവും വേണ്ട. തൃശ്ശൂരിൽ 3-ാം തവണ ഞങ്ങളുടെ ആലങ്കോട് ലീലാകൃഷ്ണൻ, അടുത്ത പൂരത്തിന് ലീലാകൃഷ്ണൻ നേതൃത്വം ഇവിടെ ഉണ്ടാവും. VS സുനിൽകുമാറിന്റെ പിൻഗാമി ഉണ്ടാവും. എനിക്കും ബാലചന്ദ്രന് ശേഷമുള്ള പിൻഗാമി ഇവിടെ ഉണ്ടാവും. പൂർണ്ണ ആത്മവിശ്വാസമാണ്. ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. 3-ാം തവണയും തൃശ്ശൂർ നമ്മൾ പിടിക്കും. പൂരം ഈ പോളിംഗ് കഴിഞ്ഞ് വരുന്നു. കൗണ്ടിങ്ങിന്റെ ഇടയിൽ അതെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ കഴിയാവുന്ന സാഹചര്യമുണ്ട് സത്യത്തിൽ. തീർച്ചയായിട്ടും പൂരത്തിന് നമുക്കുണ്ടായിരുന്നൊരു ഇലക്ഷൻ കാലത്താകുമ്പോഴുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇലക്ഷനും പൂരം കൂടി ഒരുമിച്ച് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും സൗഹാർദ്ദപരമായും സ്നേഹത്തോടു കൂടിയും യഥാർത്ഥത്തിലുള്ളൊരു പൂരം ആഘോഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ പിന്നെ ഇലക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പൂരത്തോടൊപ്പമുള്ള ആളാണ്. വരുമ്പോൾ പൂരത്തിൻ്റെ കൂടെ വരുന്ന ആളല്ല. അതായത് വലിയ ആവേശത്തിലാണ് ഇത്തവണ പൂരം ഉണ്ടാവുക. കാരണം പോളിംഗ് കഴിഞ്ഞു, കൗണ്ടിങ്ങിന് സമയമുണ്ട്. പൂരം നന്നായി ആഘോഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ തൃശ്ശൂർക്കാരും സ്ഥാനാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.